വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ബോട്ടിൽ ആർട്ട് കളക്ഷൻസിൻ്റെ വീഡിയോ ആണ്. അപ്പം ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ ബോട്ടിൽ ആർട്ടിൻ്റെ കളക്ഷൻസ്. ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷമായിരുന്നു. കഴിഞ്ഞ വർഷം അതായത് 2019 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് മുതലുള്ള കുറേ ബോട്ടിൽസ് ഇതിലുണ്ട്. പിന്നെ കുറച്ച് ചാനൽ തുടങ്ങിയത് പിന്നെ ഉള്ളതുണ്ട്. പിന്നെ സ്പ്രേ ബോട്ടിൽസിൽ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായി നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് കുറച്ച് സ്പീഡാക്കി പോവാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസൊക്കെ സ്പ്രേ ബോട്ടിൽസാണ്. അതിലൊരു 3 ബോട്ടിൽസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ബാക്കിയൊക്കെ ഞാൻ മുന്നേ ചെയ്ത് വെച്ചതാണ്. ഇതൊരു അക്രിലിക് പെയിൻറ്റിംഗ് ആണ് ബുദ്ധൻ്റെ. ഇതൊരു ഫിംഗർ കൊണ്ട് വരച്ച ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇത് ലൈനർ വെച്ച് ചെയ്ത ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. ഉള്ളിൽ അക്രിലിക് പെയിൻ്റാണ് കൊടുത്തത്. ഇതൊക്കെ സ്പ്രേ ബോട്ടിൽസ് ആണ്. കൂടുതലായി ലൈനർ ഉപയോഗിച്ച് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗി തോന്നാറുണ്ട്. ഇതൊരു ആഫ്രിക്കൻ ലേഡിയുടെ പിക്ചറാണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തതിലുള്ളതാണ്. ഇത് ചിരട്ട വെച്ച് ചെയ്ത ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇത് മെറ്റാലിക് പെയിൻറ്, പിന്നെ മിറർ, സ്റ്റോൺസ് അതൊക്കെ വെച്ച് ചെയ്ത ഒരു ബോട്ടിലാണ്. ഇത് ഞാൻ വിരലുപയോഗിച്ച് വരച്ച ഒരു തത്തേൻ്റെ ബോട്ടിൽ ആർട്ടാണ്. ഇത് ഞാൻ തെർമോക്കോൾ കൊണ്ടാണ് ഈ ഗിത്താർ ഉണ്ടാക്കിയത്. ഇതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു മ്യൂറൽ പെയിൻ്റ് ആണ് കഥകളീൻ്റെ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബോട്ടിൽ ആർട്ടാണ്. പിന്നെ ഇത് ഞാൻ ലൈനർ ഉപയോഗിച്ച് ചെയ്ത ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇതൊരു ആൻറ്റിക് ബോട്ടിലാണ്. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് സീഷെൽസ് വെച്ചിട്ടാണ്. ഇതും വിരലുപയോഗിച്ച് വരച്ച ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇതൊരു മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. ഇതൊരു ഡെക്കോപേഷ് ബോട്ടിൽ ആർട്ടാണ്. പിന്നെ ഇതിന് മുകൾ ഭാഗത്ത് ഞാനൊരു ക്ലേ കൊണ്ടൊരു ക്യാപ്പ് പോലെ ചെയ്തിട്ടുണ്ട്. ഇത് ഫോം ഷീറ്റ് ഉപയോഗിച്ച് ചെയ്ത ഒരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. ഇത് ഗ്ലാസ് ലൈനർ, ഗ്ലാസ് പെയിൻറ് അതൊക്കെ വെച്ച് ചെയ്ത ഒരു ബോട്ടിൽ ആർട്ടാണ്. പിന്നെ ഇത് ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്തതാണ്. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് അക്രിലിക് പെയിൻറ്റിംഗ് ആണ്. വേറൊന്ന് ഞാൻ ചെയ്തത് ഇതാണ്. ഇത് ക്ലേ വെച്ച് ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. ഇത് ഞാൻ ഫ്ലവറിൻ്റെ പിക്ചറൊക്കെ വെച്ച് ചെയ്ത ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ നൈലോൺ ത്രെഡാണ് ചുറ്റി കൊടുത്തിട്ടുണ്ടായത്. ഇപ്പോൾ അതൊക്കെ ഇളകി വരുന്നുണ്ട് ചെറുതായിട്ട്. ഇതൊരു ഷാഡോ പെയിൻറ്റിംഗ് ആണ്. ഇത് ഗ്ലിറ്റർ പൗഡർ, ലൈനർ അതൊക്കെ വെച്ച് ചെയ്ത ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇത് ഞാനൊരു മയിൽപ്പീലി വെച്ച് ചെയ്ത ഒരു ബോട്ടിൽ ആർട്ടാണ്. കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടി കുറച്ച് ഗ്ലിറ്റർ പൗഡറും കുറച്ച് സ്റ്റോൺസൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബോട്ടിൽ ഒരു എംബ്രോയ്ഡറി പോലെ ചെയ്തതാണ്. എംബ്രോയ്ഡറി ലൈനറാണ് ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തത്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ബോട്ടിൽ ആർട്ട് കൂടിയാണ്. ഇതൊരു ആൻറ്റിക് ബോട്ടിലാണ്. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് സീഷെൽസ് വെച്ചാണ്. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊരു ബട്ടർഫ്ലൈ പെയിൻറ്റിങ് ചെയ്തതാണ് ബോട്ടിലിൽ. ഇത് കളർ പേപ്പർ, വൂളൻ നൂല് അതൊക്കെ വെച്ച് ചെയ്ത ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇതും സീഷെൽസ് വെച്ച് ചെയ്ത ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇത് അലുമിനിയം ഫോയിൽ വെച്ച് ചെയ്ത ഒരു ബോട്ടിൽ ആർട്ടാണ്. മെറ്റാലിക് പെയിൻ്റാണ് ഇതിന് അടിച്ചിരിക്കുന്നത്.
ഈ ബോട്ടിൽ മിറർ, ഗ്ലിറ്റർ പൗഡർ അതൊക്കെ വെച്ച് ചെയ്തതാണ്. ഇതൊക്കെ അക്രിലിക് പെയിൻറ്റിംഗ് ആണ്. ഈ ഒരു ഡിസൈൻ ഈ ബോട്ടിൽ ഉള്ളതായിരുന്നു കേട്ടോ. ഞാനതിനുള്ളിൽ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തതേ ഉള്ളൂ. ഇതൊക്കെ സ്പ്രേ ബോട്ടിൽസ് ആണ്. ഇത് ഞാനൊരു മോർഫിയസിൻ്റെ ചെറിയ ബോട്ടിലിൽ ഒരു കോഴിനെ ചെയ്തതാണ്. ശരിയായിനൊന്നും അറിയില്ല. ഇത് കുഞ്ഞു സ്പ്രേ ബോട്ടിൽസ് ആണ് ഒരേപോലുള്ളത്. ഇതൊരു പഴയ പേഴ്സിൻ്റെ മിറർ കൊണ്ട് ചെയ്ത ഒരു ബോട്ടിലാട്ടാണ്. ഒരു ആൻറ്റിക് ബോട്ടിലാണത്. ഇതെൻ്റെ ഏച്ചിയുടെ മക്കളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഒരു പിക്ചർ ബോട്ടിലാട്ട്. ഇതൊരു മാജിക് മൊമെൻറ്റിൻ്റെ ബോട്ടിലായിരുന്നു. ഇതിന് ഓൾറെഡി ഒരു ഗിത്താറിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് കളയാതെ അതിന് കളർ ചെയ്തു. പിന്നെ ചുറ്റും എക്സൽസ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇതൊക്കെ അക്രിലിക് പെയിൻറ്റിംഗ് ആണ്. ഇത് ഞാൻ ഫിംഗർ വെച്ച് ചെയ്ത ഒരു ബോട്ടിലാട്ടാണ്. ഇത് ഗ്ലാസ് ലൈനർ വെച്ച് ചെയ്തൊരു ബോട്ടിലാട്ടാണ് കേട്ടോ. ഇന്നത്തെ ബ്ലൂ കളർ ബോട്ടിലൊക്കെ ഇങ്ങനെ ചെയ്തതാണ് ഭംഗി. ആ ബ്ലൂ കളർ കാണാൻ നല്ല ഭംഗിയാണ്. ചില ഗ്രീൻ കളർ ബോട്ടിൽസും അങ്ങനെ തന്നെയാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇതാണ് ഭംഗി. ഇതൊക്കെ ഞാൻ വെറുതെ ചെയ്തു വെച്ചതാണ്. ചെറിയ സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ആണ് അതൊക്കെ. ഇതൊരു ഡെക്കോപ്പേഷ് ബോട്ടിലാട്ടാണ്. ഈ ബോട്ടിലായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ലൈനറൊക്കെ യൂസ് ചെയ്തിട്ടാണ്. പോലുള്ള ബോട്ടിലൊക്കെ മണി പ്ലാന്റ് ഒക്കെ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഇതൊരു വൈൻ ബോട്ടിലാണ്. ഇത് ഞാൻ 2 നിറത്തിലുള്ള ലൈനർ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലാട്ടാണ്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള അക്രിലിക് പെയിൻറ്റിംഗ് ആണ്. ഇത് ഞാൻ ക്യാൻവാസിൽ വരച്ച കുറച്ച് പിക്ചേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.